ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വഴികളിലൊന്നായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ മറ്റു വഴികൾ നോക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ് MSC. ഇത് ലോകത്തെ ട്രേഡ് സിസ്റ്റം തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ സംഭവമാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒരു കംപ്ലീറ്റ്ലി പുതിയ റൂട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണവർ. ഇത് സിമ്പിൾ റൂട്ട് ചേഞ്ച് അല്ല. സീ റൂട്ട് ഒഴിവാക്കി ലാൻഡ് പ്ലസ് സീ മിക്സ് ചെയ്ത ഒരു പുതിയ മോഡലാണിത്. പ്രശ്നമെന്താണ്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്നത് ലോകത്തിലെ ഏറ്റവും ബിസി ഷിപ്പിംഗ് റൂട്ട്സിലൊന്നാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും ഇടയിലുള്ള ഈ നാരോ പാസേജ് വഴി ലോകത്തിലെ വലിയൊരു ഭാഗം ഓയിലും കണ്ടെയ്നർ കാർഗോയും പോകുന്നു. പക്ഷേ റീസെന്റ് കോൺഫ്ലിക്ട്സ് കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിനു ശേഷം ഈ വഴി അൺസേഫായി മാറി. ഷിപ്പുകൾക്ക് ഫ്രീ ആയി പോകാൻ കഴിയുന്നില്ല. ഇൻഷുറൻസ് കോസ്റ്റ് കൂടുന്നു, റിസ്ക് കൂടുന്നു. അതിനാൽ ഷിപ്പിംഗ് കമ്പനീസ് പുതിയ വഴികൾ അന്വേഷിക്കാൻ തുടങ്ങി. MSCയുടെ പുതിയ റൂട്ട്. ഇപ്പോൾ MSC എന്താണ് ചെയ്യുന്നത്? യൂറോപ്പിൽ നിന്ന് ഷിപ്സ് പുറപ്പെടും. സുവസ് കനാൽ വഴി റെഡ് സീയിൽ പ്രവേശിക്കും. അതിനുശേഷം ഷിപ്സ് സൗദി അറേബ്യയുടെ വെസ്റ്റ് കോസ്റ്റ് പോർട്ട്സായ ജദ്ദ പോർട്ട്, കിങ് അബ്ദുള്ള പോർട്ട് എന്നിവിടങ്ങളിലേക്കെത്തും. ഇവിടെ നിന്ന് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. കാർഗോ ഇനി ഷിപ്സ് വഴി പോകുന്നില്ല, മറിച്ച് ട്രക്സ് ഉപയോഗിച്ച് സൗദി അറേബ്യയുടെ ഉള്ളിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 1300 കിലോമീറ്റർ ദൂരമാണത്. റിയാദ് വഴി ക്രോസ് ചെയ്ത് ദമ്മാമിലെത്തിക്കും. അവിടെ നിന്ന് വീണ്ടും സ്മോൾ ഫീഡർ ഷിപ്സ് ഉപയോഗിച്ച് ദുബായിലെ ജബൽ അലി പോലുള്ള പോർട്ട്സിലേക്ക് എത്തിക്കും. എന്തുകൊണ്ട് ഇങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് റൂട്ട്? ഇത് കേൾക്കുമ്പോഴൊരു ചോദ്യം വരും, എന്തിനിത്രയും കോംപ്ലക്സ് റൂട്ട്? ആൻസർ സിമ്പിളാണ്: സേഫ്റ്റി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി പോകുന്നത് ഇപ്പോൾ ഹൈ റിസ്ക് ആണ് നിലവിൽ. അതുകൊണ്ട് കമ്പനീസ് ഇപ്പോൾ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു, അതായത് സീ പ്ലസ് ലാൻഡ് കോമ്പിനേഷൻ. പക്ഷേ ഇതിനൊരു ഡൗൺ സൈഡുണ്ട്. ടൈം കൂടുതലെടുക്കും, കോസ്റ്റ് കൂടും, കാർബൺ എമിഷൻ കൂടും. എങ്കിലും സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടി വരുന്നു. മറ്റുള്ള കമ്പനികളും MSC മാത്രമല്ല, ഹാപ്പാഗ് ലോയിഡും മേഴ്സ്കും സിമിലർ ലാൻഡ് ബ്രിഡ്ജ് റൂട്ട്സ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയും ഒമാനും വഴി കാർഗോ മൂവ് ചെയ്യുന്നു. ഇതിപ്പോൾ ഗ്ലോബൽ ഷിപ്പിംഗ് ട്രെൻഡായി മാറുകയാണ്. ലോകത്തെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്? ഇത് ലോകത്തെ എങ്ങനെ ബാധിക്കും? ഷിപ്പിംഗ് കോസ്റ്റ് കൂടും, പ്രോഡക്ട്സ് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്, ഓയിൽ സപ്ലൈ ചെയിൻ ഡിസ്റ്റർബ് ആകാം, ഗൾഫ് റീജിയൻ പോർട്ട്സിൽ കൺജഷൻ കൂടുന്നു. അതായത് ഒമാനും UAEയും ആൾട്ടർനേറ്റീവ് ഹബ്സായി വളരുന്നു. അതായത് ട്രേഡ് പാറ്റേൺ തന്നെ മാറുന്നു. ഇതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷിപ്പിംഗ് സിസ്റ്റമാണോ? ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്: സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് സ്റ്റേബിൾ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ട്രേഡ് സിസ്റ്റം മാറും. ഇങ്ങനെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.